രാധു, നീ എന്തേ ആലോചിക്കുന്നത്? ആ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നു മുതൽ ഫുൾ പ്രാക്ടീസ്. ഇന്നും നേരം വൈകി. ആഹാ, എത്തിയല്ലോ. ഇന്നെന്താ പുതിയ എക്സ്ക്യൂസ്? സാർ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടോ? ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. സാർ എനിക്ക് പറയാനുള്ളത്. ഡു യു ഹിയർ മീ? ഗെറ്റ് ഔട്ട്. ഹേയ് യു, താൻ എന്തോടെ ഇരിക്കുന്നത്? പുറത്താക്കിയല്ലേ? സാറിന് തന്നെ വേണ്ടത്ര പരിചയമില്ല തോന്നുന്നു. നിനക്കിപ്പോൾ എന്താണ് കാര്യം? ഓ, ഞാൻ ഈ വാന കാണാൻ വന്നതാ. അപ്പോൾ താനോടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തനിക്കൊരു കമ്പനി തരാമെന്ന്. ഐ ഡോണ്ട് വാണ്ട്. ബട്ട് ഐ വാണ്ട് യു. ആ ഏയ്, താങ്കൂത്തിൽ ഓവർ തിങ്കും ചെയ്യണ്ട. ഞാൻ ഈ വാൻ്റെ കാര്യത്തിലേ ലോയല. ഞാൻ ഉദ്ദേശിച്ചത് തൻ്റെ ഫ്രണ്ട്ഷിപ്പ്. നോട്ട് ഇൻട്രസ്റ്റഡ്. താൻ എന്തിനോടും എന്നോട് ഇങ്ങനെ റോഡായിട്ട് വരുന്നു പറഞ്ഞാൽ ശരിക്കും തനിക്ക് ചെയ്യുന്ന പേരെന്താണല്ലോ, മിസ്റ്റർ റോഡ്. ക്രിസ്ത്യൻ തനിക്ക് ചെല്ലാം. അപ്പോൾ നിനക്കെന്താ ട്രബിൾ മേക്കർ പംകിൻ? ഹേയ് ഡോണ്ട് കോൾ മീ ദാറ്റ്. തന്നോടൊന്നും പറഞ്ഞിട്ടതല്ല. തന്നോട് എപ്പോൾ കമ്പനി നോക്കിയാലും ഇതവസ്ഥ. അതൊക്കെ പോട്ടെ, ഇവാനോടെ അറിയില്ല. തനിക്ക് പിന്നെ എന്താ അറിയോ? താന്തിനങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? ഇതൊന്നും കണ്ട് ഇജ്ജിനി പഠിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതാ ഇതുകൂടി കഴിച്ചോ. ഇതെന്താ? കണ്ടിട്ട് എന്തായിട്ട് തോന്നണേ? ഇതെന്തിനാന്ന് ചോദിച്ചത്? സാധാരണ നമ്മൾ ഫുഡൊക്കെ എന്താ ചെയ്യാറ്? എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നീ എന്നെ വെച്ചോ. ഓ അതെ, അത് തൻ്റെ ഈ അഹങ്കാരം എടുത്ത് മാറ്റിയേക്ക്. എന്നിട്ട് ആ ഫുഡ് എടുത്തിട്ട് വയ്ക്ക്. തൻ്റെ മുഖം കണ്ടാറിയാം നല്ല വിഷമമുണ്ടെന്ന്. എനിക്ക് മുഖം കണ്ട ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും എനിക്ക് തന്നോട് പ്രേമമെന്ന് വിചാരിക്കരുത്. ഇവാൻ്റെ കാര്യത്തിൽ ഞാൻ ലോയല. അപ്പോൾ ബൈ. എന്നുള്ള ദേഷ്യം ഫുഡിനോട് തീർക്കണ്ട, അതെടുത്ത് കഴിക്കാൻ നോക്ക്. എനിക്ക് വട്ടാന്ന് തോന്നണേ. ഏതായാലും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ മനസ്സിലായി. ഡാതു ചടക്കുണ്ട്, എന്നിട്ട് പോയാലാ? ചുമ്മാ ഇടാം. എനിക്ക് ഇംഗ്ലീഷൊന്നും തലേക്കറില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ കാര്യം വെച്ച്. ഇന്നലെ പെങ്ങളെ മോൻ വെച്ചിട്ടൊരു ചോദ്യം, ഈ ഷാളും വില്ലൊക്കെ ഏതിൻ്റെ കൂടെ ഉപയോഗിക്കാം? ഞാൻ പറഞ്ഞേ ഷാൾ ചുരിദാറിൻ്റെ കൂടെ, വില്ല അമ്പിൻ്റെ കൂടെ. ഹേയ്, എന്താ അവിടെ? ജിതിൻ, അനദർ ഗെറ്റ് അപ്പ്. വാട്ട്സ് ഗോയിങ് ഓൺ? ഞാനൊരു ക്ലാസ് എടുക്കുന്ന കാണുന്നില്ലേ? എന്താ ഞാൻ മൊത്തം ചെയ്യിക്കാൻ? മാം, ഞാനിവനൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തതോ. ഓ റിയലി? പിന്നെ ഞാനെന്തിനാ ഇവിടെ? എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ എവിടെ നിന്ന് ക്ലാസ് എടുക്കുക? അത് മാഡത്തിനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട്. രണ്ടുപേരും വേഗം പുറത്തു വാ, പുറത്തു വാ. അങ്ങനെ ആവട്ടെ. താങ്ക് യു മാം. മാം, എന്നാൽ ഞാനും കൂടെ. Shut up and sit there. Such a useless. നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു? വെറുതെ അവൻ്റെ വായിരിക്കണോ ഞാൻ കേട്ടും ചെയ്തു അങ്ങനെ പുറത്ത് വന്നിരിക്കാൻ. അവൻ്റെ ലെക്ചർ കേൾക്കുന്നേക്കാൾ മതി ഈണോ നീ കാറ്റുകൊണ്ടിരിക്കുന്ന. പിന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ കാര്യത്തിനും കൂടിയിട്ടാ. നിന്റെ പ്രോബ്ലം എന്താ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ആയിട്ട് പോയിട്ടെന്ന് വിചാരിച്ചിട്ടാ അത്ര ദിവസം ഞാൻ ചോദിക്കാൻ. ഞാൻ എന്ത് പ്രോബ്ലം? ഒന്നുമില്ല. അതോ നോക്ക്, നീ എന്നെ ഫ്രണ്ടായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ? അതോ നിന്റെ പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളല്ല എന്ന് നിനക്ക് തോന്നിയോ? എടാ അങ്ങനെയൊന്നല്ല. പിന്നെന്താ? നോക്ക്, നിനക്കെന്നോട് എന്തും തുറന്നു പറഞ്ഞോടെ. അതോ എടാ എനിക്കിത് നിന്നോടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ എങ്ങനെ കാണാമെന്നറിയില്ല. അതാ ഞാൻ. ഇത് നോക്ക്, നിന്നെക്കുറിച്ച് എന്തെങ്കിലും തോന്നാനോ നിന്നെ ജഡ്ജ് ചെയ്യാനോ ഞാനിവിടെ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുടുംബശ്രീ ചേച്ചിമാരോ അല്ല, എൻ്റെ ഫ്രണ്ടാണ്. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. ആകെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. നിനക്ക് ലിയോനെ ഇഷ്ടം, ലിയോക്ക് ജെനിയെ ഇഷ്ടം, ജെനിക്ക് വാനെ ഇഷ്ടം. എന്തോന്നടാ അത്?
ഇതിപ്പോ നിന്റെ പ്രശ്നം ചോദിച്ചോണ്ട് എൻ്റെ തലക്ക് വട്ടാന്ന ലക്ഷണോ? എനിക്കൊരു ബോയിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിനക്കെന്നോടൊന്നും തോന്നില്ലേ? എന്ത് തോന്നാൻ? ഇതേ നോക്കാതോ, നീ എൻ്റെ ഫ്രണ്ടൊക്കെ, ബട്ട് ഐ എം സ്ട്രെയിറ്റ്. ആ പുടാ തണ്ടി, എന്നോടൊന്നും പറഞ്ഞിട്ട് കാറ്റാ. നോക്കാതോ, നീ എൻ്റെ ഫ്രണ്ടാണ്, ഇനി എന്തോ അങ്ങനെ തന്നെ ആയിരിക്കും. നീ ഗേ ആണോ ബൈസെക്ഷൽ ആണോ അതിൻ്റെ ജെൻഡർ ആണ് അതിൻ്റെ നിൻ്റെ ഒന്നും വാട്ട് എവർ ഇറ്റ് ഈസ് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. യു ആർ ദ ഓൺലി വൺ ദ മാറ്റർ ടു മീ. ഇപ്പൊ സംശയമൊക്കെ മാറിയല്ലോ. താങ്ക് യു. ഹേയ്, എന്താ ഇവിടെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ? എന്താ എനിക്കാണെന്ന് കെട്ടിപ്പിടിക്കാൻ പാടില്ലേ? നോ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവനെ തൽക്കാലം ഞാൻ കെട്ടിപ്പിടിച്ചാൽ മതി. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ അന്വേഷിച്ച് ഇനി ആകെ നടക്കുന്നുണ്ടെന്നല്ലോ. ഓ, അവർക്ക് ഭ്രാന്താണ്. ഓരോ സമയത്ത് ഓരോ പിരാന്താ. ഇപ്പൊ പ്രാക്ടീസും ഭ്രാന്താ. അവർക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നടക്കണമെന്നുണ്ട്. അതന്നെ. അത് മാത്രമല്ല, ഇവാനുണ്ടല്ലോ നമ്മുടെ കൂടെ കളിക്കാൻ, അതിൻ്റെ സന്തോഷാ. ഗായ്സ് ഗെറ്റ് അപ്പ്, പ്രാക്ടീസ്. ഓ തുടങ്ങി അവള്. നിനക്ക് എന്നാടി, നിനക്ക് എന്നാത്തിൻ്റെ കേടാ? വാ പറഞ്ഞുതരാം, വാ ഇങ്ങടുത്ത് വന്നേ. അയ്യോ വേണ്ടായേ, എന്ന് ഒരുപാട് പ്രാവശ്യം കേട്ടതാ. വാടാ ഇന്നേൽക്ക്, എനിക്ക് ഇവിടെ പൂരപ്പാട്ട് തുടങ്ങും. அந்த பயம் இருக்கட்டும். ഗൈസ് എല്ലാവരും സെറ്റല്ലേ? മേക്ക് എ ബ്ലാസ്റ്റ്. ഏ ഫസ്റ്റ് നിൻ്റെ അല്ലേ എൻ്റെ അല്ലേ? എൻ്റെ എല്ലാം നോക്കും. ലിയോ കം ഓൺ. கட்டி மண்ணில் கொண்டு வாவா, ஆலாலா பறந்து செல்லவா, வானவில்லை தாண்டவா, காற்றிலே தூரம் செல்லவா, நீள நீளம் தாண்ட பாலம் செய்யவா, மேகமேடையில் ஜோடி சேரவா, மின்னல் வெட்டில் ஆடவா, ஆலாலா காதல் கொண்டதா, விண்மீன்கள் தாண்டி கோள்கள் யாவும் தாண்டி தாண்டி வேறொரு பூமி உண்டாக்கலாம், மேகத்தில் மூடி கொண்டு வந்த வெண்ணிலாவை ஊசி தட்டி சுத்தம் செய்து காதல் வாணி ஒட்டிக்கொள்ளலாம். ஆலாலா காதல் கொண்டதானா, தூரம் இல்லை அந்த வெண்ணிலா, ஆலாலா காதல் கொண்டதானா, இன்பம் இன்பம் கண்ணில் கண்ணிலா, காற்றிலே தூரம் செல்லவா, நீள நீளம் தாண்ட பாலம் செய்யவா, மேகமேடையில் ஜோடி சேரவா,